ഗൾഫ് യുദ്ധ സമയത്ത് സൗദിയുടെ അപ്രോച്ചസിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇറാൻ എന്ന ഷിയ മേധാവിത്വമുള്ള രാജ്യം എന്നും സൗദിയോട് രഹസ്യ മത്സരത്തിലും രഹസ്യ ശത്രുതയിലുമായിരുന്നു. മെക്കയും മെദീനയും ഒക്കെ ഭൂമിശാസ്ത്രപരമായി പ്രൊസസ് ചെയ്തു വെച്ചിരിക്കുന്ന സുന്നി മേധാവിത്വമുള്ള സൗദിയെ രഹസ്യമായും പരസ്യമായും പാരവെച്ച് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇക്കാലം അത്രയും ഇറാൻ. എന്നും ഇറാൻ സൗദിക്ക് ഭീഷണിയായിരുന്നു. ഇറാൻ പോറ്റി വളർത്തുന്ന ഹൂതികൾ അപ്പോഴപ്പോഴായി സൗദിയെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു വശത്ത് സൗദിക്ക് ആധുനികതയുടെ മുഖമുണ്ടാക്കി കൊടുക്കാൻ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന രാജകുമാരൻ അശ്രാന്ത പരിശ്രമം നടത്തുന്നു. എന്നാൽ മറുവശത്താകട്ടെ അണുവായുധം ഉണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇറാൻ ചുറ്റുമുള്ള സൗദി ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളെ തരം കിട്ടുമ്പോഴൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നു. സൗദി രാജവംശവും ഖമേനിയും തമ്മിൽ പണ്ടേ ഇന്റർനാഷണൽ ക്ലാഷ് ഉള്ളതാണ്. സൗദി രാജഭരണം അവസാനിപ്പിക്കണമെന്ന് ഖമേനി പണ്ടേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ അമേരിക്കയോട് സൗദി പറഞ്ഞത് തങ്ങളുടെ മിലിറ്ററി ബേസ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ സൽമാൻ തന്നെ ട്രംപിനോട് നേരിട്ട് പറഞ്ഞു ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കരുതെന്ന്. ലോകം മുഴുവൻ അത് കേട്ടതുമാണ്. ഈ സാഹചര്യത്തിൽ സൗദിയെ വിമർശിക്കാൻ ആർക്കും കഴിയില്ല. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുകളാണ്, ഡ്രോൺ ആക്രമണങ്ങളാണ് സൗദി അറേബ്യക്ക് നേരെ ഇറാൻ തൊടുത്തുവിടുന്നത്. ഒന്നോർത്തിങ് റഷ്യ ഇപ്പോൾ സൗദിയോട് ഇടഞ്ഞു നിൽക്കുകയാണ്. കാരണം ഉക്രൈൻ ഭരണാധികാരിയായ സെലൻസ്കി സൗദി രാജകുമാരനുമായി രഹസ്യമായി എന്തൊക്കെയോ സംസാരിച്ചു. പക്ഷേ റഷ്യക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. തങ്ങളുടെ ശത്രുവായ ഉക്രൈനുമായി സൗദി കൂടുതൽ അടുക്കുന്നത് റഷ്യക്ക് സംശയം. റഷ്യക്കെതിരെ സൗദിയുമായി ചേർന്ന് ഉക്രൈൻ എന്തോ ഗൂഢാലോചന ചെയ്യുന്നുവെന്നാണ് റഷ്യ ഭയക്കുന്നത്. എന്താണ് രാജകുമാരനും സെലൻസ്കിയും തമ്മിൽ പറഞ്ഞത്? സത്യത്തിൽ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പറയുന്നത് ഇതാണ്. റഷ്യൻ ഉക്രൈൻ യുദ്ധസമയത്ത് റഷ്യ തൊടുത്തുവിടുന്ന ഡ്രോണുകളെല്ലാം തന്നെ ഇറാൻ നിർമ്മിതമാണ്. ഈ ഡ്രോണുകളെല്ലാം തന്നെ ഉക്രൈൻ യുദ്ധസമയത്ത് പ്രതിരോധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ യുദ്ധം അതിജീവിക്കുകയും ചെയ്യുന്നു. ആ ഇറാൻ നിർമ്മിത ഡ്രോണുകളെ എങ്ങനെയാണ് ഉക്രൈൻ തടയുന്നത്? തടയാൻ ഉപയോഗിക്കുന്ന മിസൈൽ, അതിന്റെ ടെക്നോളജി, ഇതൊക്കെ അറിയാനും അത് ഷെയർ ചെയ്യാനും ഒക്കെയാണ് സെലൻസ്കിയെ രാജകുമാരൻ അപ്രോച്ച് ചെയ്തത്. അവസാനം സെലൻസ്കി സൗദിയിൽ വന്ന് ചർച്ചയും ചെയ്തു എന്നാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പറയുന്നത്. വളരെ മുമ്പ് തന്നെ ട്രംപിന്റെ സുഹൃത്താണ് ഈ രാജകുമാരൻ. അവർ തമ്മിൽ ഒരുപാട് വ്യാപാര കരാറുകളൊക്കെ ഉണ്ട്. അതിനോടൊരു അടുപ്പം രാജകുമാരനുണ്ട്. അതിനെ തന്നെ അത് പുടിന് ഇഷ്ടപ്പെടുന്നില്ല. മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ ഏതായാലും വീണ്ടും സൗദി രാജകുമാരൻ റഷ്യൻ പ്രസിഡന്റിന്റെ കണ്ണിലെ കരടായി മാറി.